കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ തിരുവത്താഴ ശുശ്രൂഷ കൂടെ ഉണ്ടല്ലോ. അതുകൂടെ പങ്കെടുത്ത് സന്തോഷത്തോടെ ബലത്തോടെ നമുക്ക് മടങ്ങാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധന്മാവെ, എന്നോട് സംസാരിക്കണമേ. ഞാനിവിടെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ആത്മാവ് അനുവദിക്കുന്നത് മാത്രമേ എനിക്കൊക്കെ പറയാൻ കഴിയൂ. അത് മാത്രമേ പറയാവൂ. സ്തോത്രം. മനുഷ്യന്റെ ശബ്ദമല്ല, മനുഷ്യന്റെ ഒരു പ്രസംഗമല്ല നിങ്ങൾക്ക് വേണ്ടത്. കർത്താവെ, അവിടുത്തെ ശബ്ദം ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ആഴത്തിൽ എന്നോട് സംസാരിക്കണം, ആഴത്തിൽ എന്നോട് സംസാരിക്കണം. വചനത്തെ മറക്കുന്ന തടയുന്ന എല്ലാ ഭൂമികളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് അങ്ങനെ ചെയ്യണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടെ നമുക്ക് നമ്മുടെ തിരുവെഴുത്തുകളെ തുറക്കാം. കർത്താവ് ഇന്ന് പകൽ നമ്മൾ സംസാരിക്കുന്ന ദൈവശബ്ദത്തിനായിട്ട് നമുക്ക് കാതോർക്കാം. കഴിഞ്ഞ ചില ആഴ്ചകളായി കർത്താവിന് വേണ്ടി പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, ഈ ഒരു അർത്ഥം വരുന്ന തീം വരുന്ന ചില ചിന്തകളാണ് നാം ചിന്തിച്ചു വരുന്നത്. ഇന്ന് പകലും അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട തോതിലേക്ക് നമ്മൾ ഒന്നിച്ച് പോകാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനമാണ്. എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം, അതിന്റെ 4, 5, 6 വാക്യങ്ങൾ. എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം, അതിന്റെ 4, 5, 6 വാക്യങ്ങൾ. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി. 4-ാമത്തെ അധ്യായമാണോ? എബ്രായ 4. ഓക്കെ. 6-ാമത്തെ അധ്യായം, എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായം, അതിന്റെ 4 മുതൽ 6. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവനെ ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായം, അതിന്റെ 4, 5, 6 വാക്യങ്ങളാണ് വായിച്ചത്. നമുക്ക് ഒന്ന് ചേർന്ന് വായിക്കാൻ കഴിയുമോ? ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ക്രിസ്ത്യാനികൾക്ക് ലേഖനം എഴുതുകയാണ്. ഈ എബ്രായ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇവര് ലോകത്തെ എക്കാലത്തെയും സുശക്തമായ സജ്ജമായ അതിന്റെ ചൊല്ലുകൾ കൊണ്ട്, ചൊഴുത്തുകൾ കൊണ്ട്, നടുക്കെട്ട്, അരക്കെട്ട്, ധൂപക്കുറ്റി, യാഗപീഠങ്ങൾ, മഹാപുരോഹിതൻ, പുരോഹിതൻ എന്ന് വേണ്ട അതിന്റെ എല്ലാ സിസ്റ്റം കൊണ്ടും ലോകത്തെ ഏറ്റവും ശക്തമായ മതമായിരുന്നു എബ്രായ മതം എന്ന് നമുക്കറിയാം. ഹീബ്രു അല്ലെങ്കിൽ യഹൂദ മതം എന്ന് നമുക്കറിയാം. ഈ യഹൂദ മതം പോലെ ഒരു മതം നേരത്തെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴില്ല, നാളെ ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ ബൃഹത്തായ ശക്തമായ ഒരു മതമായിരുന്നു യഹൂദ മതം. ഈ യഹൂദ മതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ദീർഘവർഷങ്ങൾ കൊണ്ട് മനോഹരമായി ഉണ്ടാക്കിയ അവരുടെ യെരൂശലേം ദൈവാലയം. ആ യെരൂശലേം ദൈവാലയത്തിൽ അവർ അങ്ങേയറ്റം അഭിമാനം കൊള്ളുകയും അങ്ങേയറ്റം അവർ ആഹ്ലാദിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ ആ ആലയത്തെ കുറിച്ചാണ് യേശു പറഞ്ഞത്. യേശുവിനെ ഇങ്ങനെ ആലയത്തിൽ ചൂണ്ടിക്കാണിച്ചു, അതുകൊണ്ടോ ഞങ്ങളുടെ പള്ളിയുണ്ടോ, എങ്ങനെയുണ്ട്, ഞങ്ങളുടെ ചർച്ചകളുണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞു, ചർച്ചക്ക് മനോഹരമാണ്, പക്ഷേ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ആലയം തകർന്നു പോയി. അങ്ങനെ അവരുടെ യാഗപീഠങ്ങളിൽ, അവരുടെ പുരോഹിതന്മാരിൽ, അവരുടെ ശുശ്രൂഷകളിൽ, അവരുടെ ആലയത്തിൽ അങ്ങേയറ്റം ആഹ്ലാദിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്ത ഒരു ജനസമൂഹമായിരുന്നു യഹൂദ ജനസമൂഹം, അല്ലെങ്കിൽ ജനം എന്ന് പറയുന്നത്. അവര് ആ വലിയ ചുറ്റുപാടിൽ നിന്നാണ്, വലിയ കെട്ടുപാടിൽ നിന്നാണ് യേശുവിന്റെ പിറകെ ഇറങ്ങി തിരിച്ചത്. ഇവിടെ വന്നപ്പോഴാകട്ടെ ആരാധിക്കാൻ ആലയങ്ങളില്ല, സഞ്ചരിക്കാൻ വാഹനങ്ങളില്ല, മാത്രമല്ല കഷ്ടപ്പാടോട് കഷ്ടപ്പാട്. അങ്ങനെ കുറെ നാള്
ഇവർ കർത്താവിന് വേണ്ടി പിടിച്ചു നിന്ന ആളുകളാണ്. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ ശക്തമായ പീഡനങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഞാനത് പല പ്രാവശ്യം അത് വിശദീകരിച്ചിട്ടുണ്ട്. ആവർത്തന വിരസത ബുദ്ധിമുട്ടാണെന്നുള്ള പ്രായോഗിക വശം ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ ഈ ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസിന്റെ 14 ലേഖനങ്ങളിലും എല്ലാ ലേഖനങ്ങളിലും പൗലോസ് എഴുതിയ ലേഖനം എന്ന് കാണാൻ കഴിയും. പക്ഷേ ഈ എബ്രായ ലേഖനത്തിനകത്ത് മാത്രം പൗലോസ് എഴുതി എന്ന് നമുക്ക് കാണാൻ കഴിയത്തില്ല. കാരണം അതിനൊരു കാരണമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തിയോളജിക്കലായ ഒരുപാട് വിശദീകരണമുണ്ട്, ഇന്നത് പറയുന്നില്ല. അതിന് പ്രായോഗിക ഒരു വശമുണ്ട്. ശക്തമായ പീഡനങ്ങൾ വന്നത് നിമിത്തം ഈ യഹൂദന്മാര് ഈ വിശ്വാസ സത്യങ്ങൾ ഉപേക്ഷിച്ച് പഴയ യഹൂദമതത്തിലേക്ക് തിരിച്ചു വന്നു. അതിൽ അവരുടെ ശാസ്ത്രിമാരെ പരീക്ഷന്മാരെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മടങ്ങിപ്പോക്ക്, ഈ കുത്തൊഴുക്കം അവസാനിപ്പിക്കാൻ, ക്രിസ്തുവിൽ അവരെ ഉറപ്പിക്കാനും കർത്താവിന്റെ വരവിലേക്ക് അവരെ അടുപ്പിക്കാനും വേണ്ടിയാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. ആ സമയത്ത് 2 പ്രധാനപ്പെട്ട ചക്രവർത്തിമാരാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി എഴുന്നേറ്റത്. ഒന്ന് ഡൊമീഷ്യൻ ചക്രവർത്തിയായിരുന്നെങ്കിൽ മറ്റത് നീറോ ചക്രവർത്തിയായിരുന്നു. ഈ 2 ചക്രവർത്തിമാരും ശക്തമായ പീഡന പരമ്പര തന്നെ ദൈവമക്കൾക്കെതിരെ അഴിച്ചുവിടുകയുണ്ടായി. ആ സമയത്താണ് പൗലോസ് ആ മടങ്ങിപ്പോക്കുകൾ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവമക്കളെ ഒന്നുകൂടെ കർത്താവിൽ ഉറപ്പിക്കാൻ വേണ്ടി ലേഖനം എഴുതുന്നത്. എന്തുകൊണ്ട് പേര് വെച്ചില്ല എന്ന് ചോദിച്ചാൽ ഈ ലേഖനം ശക്തമായ ലേഖനമാണ്. ചരിത്രം പറയുന്നത് ഈ ലേഖനം വായിച്ചിട്ട് അനേക കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയും അവരുടെ ഹൃദയത്തിലെ പിന്മാറ്റം സൗഖ്യമാകുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഈ ലേഖനം പൗലോസാണ് എഴുതിയത് എന്ന ചക്രവർത്തിമാർക്ക് മനസ്സിലായാൽ ഉടനെ ചക്രവർത്തി ഇദ്ദേഹത്തെ പിടിച്ച് പീഡിപ്പിച്ചു കൊണ്ടുപോയി. ഇതറിയാവുന്ന പൗലോസ് പേര് ഒഴിവാക്കി ലേഖനം എഴുതി. പണ്ടാകെ പറഞ്ഞ പോലെ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആ പുസ്തകം എഴുതിയപ്പോൾ പേര് വെച്ചു. അത് വേറെ കാര്യം. നമ്മുടെ ചിന്ത അതല്ല. ഇന്ന് ഈ ലേഖനത്തിൽ പൗലോസ് പേര് ഒഴിവാക്കാൻ കാര്യം അതായിരുന്നു. അങ്ങനെ വളരെ വിശദമായ ഒരു എഴുത്ത് തന്നെ എബ്രായ ക്രിസ്ത്യാനികൾക്ക് പൗലോസ് എഴുതി കൊടുക്കുമ്പോൾ ഒരു മുന്നറിയിപ്പ് പൗലോസ് ദൈവജനത്തിന് കൊടുക്കുകയാണ്. ഒരു വ്യക്തി പ്രകാശിച്ചില്ലെങ്കിൽ പ്രകാശിച്ചില്ല എന്നേ ഉള്ളൂ. ആ വ്യക്തിയെ പ്രകാശിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. പക്ഷേ നിങ്ങളെ പോലെ പ്രകാശിക്കുന്ന കർത്താവിനെ ഇറങ്ങിയ സത്യം മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവജനം മടങ്ങിപ്പോയാൽ അത് ഭയങ്കരമാണ്. പ്രകാശിച്ചില്ലെങ്കിൽ പ്രകാശിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഏത് മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ പ്രകാശിക്കാത്ത ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അത് പ്രശ്നമല്ല. പക്ഷേ ഒരുത്തൻ പ്രകാശനം ലഭിച്ച ശേഷം അവൻ പിന്മാറിപ്പോയാൽ അത് ഭയങ്കരമാണ്. അതിന്റെ ഒരു വിശദീകരണമാണ്, മുന്നറിയിപ്പാണ് പൗലോസ് ആത്മാവിൽ തുള്ളികൾ ജനിപ്പിച്ച് ദൈവജനങ്ങൾക്ക് കൈമാറുന്നത്. നമ്മൾ ആ വചനത്തിലേക്ക് വരികയാണ്. 6-ാമത്തെ അധ്യായം അതിന് 4, 5, 6 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ ചേർന്ന് വായിക്കും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ അപ്പൊ ശ്രദ്ധിച്ചേ, ഇവരാരെന്നറിയാമോ? സ്വർഗീയദാനം ആസ്വദിച്ചവരാണ്. 2 വചനം ആസ്വദിച്ചവരാണ്. ദൈവം പറഞ്ഞേ, ഒരു വ്യക്തി കർത്താവിൽ നിന്ന് പിന്മാറുന്നതിന്റെ 1-ാമത്തെ ലക്ഷണം കർത്താവിന്റെ വചനത്തിങ്കൽ ആ വ്യക്തിക്ക് മടുപ്പുണ്ടാകുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അപ്പൊ വചനം കേൾക്കുമ്പോൾ ദൈവവചനത്തോട് നമുക്കൊരു വിരക്തിയോ മടുപ്പോ അകൽച്ചയോ ഉണ്ടാകുന്നെങ്കിൽ അത് പിന്മാറ്റത്തിന്റെ 1-ാമത് ലക്ഷണമാണ്. അപ്പൊ ഇതിനെ കുറിച്ച് പറയുന്നത് കേട്ടോ, ഇവരാരാണ്? വചനം കേട്ടവരെന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നീട് വചനം എൻജോയ് ചെയ്യും. നമ്മള് ഈ ചോറ് കഴിക്കുന്നത് പോലെയാണോ ചോക്ലേറ്റ് കഴിക്കുന്നത്? ആണോ? അല്ല, വ്യത്യാസമുണ്ട്. ചോക്ലേറ്റ് ആണെങ്കിൽ വായിലിട്ട് ഇങ്ങനെ അലപ്പിച്ച് മെല്ലെ ആസ്വദിച്ച് അപ്പോൾ വചനം നമ്മൾ എങ്ങനെ ഭക്ഷിക്കണം? ആസ്വദിച്ച് ഭക്ഷിക്കണം. അപ്പൊ ശ്രദ്ധിച്ച്, ഈ വചനം ആസ്വദിച്ചാൽ ഉള്ള ഗുണം എന്താണെന്ന് അറിയാമോ? വചനം കേൾക്കുമ്പോ അത് നമ്മളോടുള്ള ദൈവത്തിന്റെ ആലോചനയാണെന്ന് മനസ്സിലായാൽ ആ വചനത്തിൽ നമ്മൾ എന്തോ ചെയ്യണം? എൻജോയ് ചെയ്യണം. കർത്താവേ, ഇന്ന് എന്നോട് സംസാരിക്കുന്ന ഈ വചനത്തിനായി കർത്താവ് ഞാൻ അതേപോലെ ആ വചനത്തിനകത്ത് ആസ്വദിക്കുന്നു എങ്കിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ദൂത് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും. അതെന്തോ ഈ നല്ല വചനം?
ചില മോശം വചനം. എന്താണ് എഴുതിയിരിക്കുന്നത്? അവർ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്. അതിന്റെ യഥാർത്ഥ പരിഭാഷ ഇതാണ്: വചനത്തിലെ നന്മ എന്ന് പറഞ്ഞ. അപ്പൊ വചനം ആസ്വദിക്കുന്നു എങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ആ വചനത്തിനകത്ത് എന്തുണ്ട്? നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ പിള്ളേരുടെ വിചാരം ഇത് വയറ് നിറയാനാണെന്നാ. നമ്മൾ അത് പറഞ്ഞില്ലേ കൊടുക്കുന്നത്, അല്ലെ? നിന്റെ വയറ് നിറയട്ടെ. പക്ഷെ നമുക്കറിയാം ഈ ആഹാരത്തിനകത്ത് എന്തുണ്ട്? വൈറ്റമിൻസ് ഉണ്ട്, പ്രോട്ടീൻ. അപ്പൊ ഇതിനാണ് ശരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ എന്തോ പറഞ്ഞാ കൊടുക്കുന്നത്? ഇതുപോലെയാ സ്വന്തം. അപ്പം ഈ വചനം നമ്മൾ ആസ്വദിക്കുന്നു എങ്കിൽ വചനത്തിനകത്ത് എന്തുണ്ട്? ഒരു നന്മയുണ്ടെന്ന് പറഞ്ഞ്. വചനത്തിനകത്ത് ഒരു നന്മയുണ്ട്. അത് ആർക്കാ കിട്ടുന്നത്? ആർക്കാ വചനത്തിന് നന്മ കിട്ടുന്നത്? വചനം ആസ്വദിക്കുന്നവർക്ക്. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഒരിക്കല് പത്രോസിന്റെ പടയിലേക്ക് യേശു വന്നിട്ട് പറഞ്ഞു, പത്രോസേ, നിന്റെ പട വന്ന്. അയാളാണെങ്കിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വിഷന്ന് ഭാരപ്പെട്ട് ഇതെങ്ങനെയെങ്കിലും മലയൊന്ന് കഴി ആ പടയിനകത്ത് വെച്ച് നേരെ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച പത്രോസ് വരുന്നത്. കാരണം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ആളാണ്. അപ്പം ഈ ഇദ്ദേഹത്തെ അടുക്കൽ ചെന്നിട്ടാണ് യേശു എന്ന് പറയും, നിന്റെ പടം ഒന്ന് തരാമോ? അപ്പൊ പത്രോസ് എന്ത് ചെയ്തു? യേശുവിന് പത്രോസിന്റെ പടക് വിട്ടുകൊടുത്തു. പിന്നീട് നടന്നത് വേറൊരു ചരിത്രം. പുള്ളി ഇതെല്ലാം അങ്ങ് മറന്നു. മണിക്കൂറുകൾ യേശു പറയുന്ന വചനം കേട്ട് അതിനകത്ത് ആസ്വദിച്ച് മീൻ കിട്ടാത്തത് മറന്നു, ശൂന്യത മറന്നു, ക്ഷീണം മറന്നു, ഉറക്കം മറന്നു. ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ പുള്ളി പറഞ്ഞത് കേട്ടോ, കർത്താവേ, നിന്റെ വാക്കിന് ഞാൻ വരവെക്കാം. എല്ലാം മറന്നു. വചനത്തിനകത്ത് പുള്ളി എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോ അത് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആ പടകിനെ എന്റെ കർത്താവ് ഉറച്ചു. ഇന്നത്തെ കാലം വിശ്വസിക്കുന്നുണ്ടോ? വചനത്തിനകത്ത് ആസ്വദിക്കുന്നുവെങ്കിൽ, വചനത്തെ ആസ്വദിക്കുന്നുവെങ്കിൽ വചനത്തിനകത്തൊരു നന്മയുണ്ട്, വചനത്തിനകത്തൊരു നല്ലതുണ്ട്, വചനത്തിനകത്തൊരു അനുഗ്രഹമുണ്ട്, വചനത്തിനകത്തൊരു ഉയർച്ചയുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ഈ വചനം ആസ്വദിച്ച് ഈ വരുന്ന ആഴ്ചയിൽ ഈ വചനത്തിനകത്ത നന്മ എന്റെ വീട്ടിൽ വെളിപ്പെടുത്തുന്നതിൽ ഒരു സമർപ്പണം എനിക്ക് തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ വചനം ആസ്വദിക്കുന്നെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? രണ്ടാമത്തത്, ഒരു വീട്, 2 സഹോദരിമാർ, ഒരു സഹോദരൻ. നിങ്ങൾക്ക് വീട് മനസ്സിലായി? മാർത്ത, മറിയ, 2 പേർക്കും സെയിം പ്രശ്നമാണ്. പക്ഷെ ഒരാള് യേശുവിനോട് പരാതി പറയുന്ന, കർത്താവേ, ഇവൾ ഈ മാർത്ത എന്നെ ഒന്ന് വന്ന് സഹായിക്കാൻ നീ എന്താ പറയാതെ? അപ്പൊ കർത്താവ് പറഞ്ഞു, കേട്ടോ, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങി. മറിയക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് മാർത്തക്കുള്ളത്? 2 പേരുടെയും പ്രശ്നം ഒന്നല്ലേ? 2 പേരും ഒരു വീട്ടിൽ താമസിക്കുമല്ലേ? പക്ഷെ ഒരാളുടെ മനസ്സെന്തുകൊണ്ട് കലങ്ങി, മറ്റേയാൾ എന്തുകൊണ്ട് ശാന്തമായി? ഒറ്റ ഉത്തരം, മറിയക്കതൊന്നും ചിന്തിക്കാൻ നേരമില്ല. മറിയ യേശുവിന്റെ കാൽക്കലിൽ നിന്ന് യേശുവിന്റെ വചനം കേൾക്കുകയാണ്. ദൈവങ്ങളുടെ വചനം കേൾക്കുന്ന സമയത്ത് മറ്റെല്ലാം നമ്മൾ മറക്കണം കേട്ടോ. വേറെ ചിന്തകളെല്ലാം പോകണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം അറിയാമോ? നമ്മുടെ മനസ്സ് കലങ്ങും. ശുശ്രൂഷ കഴിഞ്ഞാലും നമ്മുടെ മനസ്സ് ശാന്തമാകത്തില്ല. മീറ്റിംഗ് അവസാനിച്ചാലും നമുക്കൊരു സ്വസ്ഥതയോ കാണത്തില്ല. എന്നാൽ ഒരു വീട്ടിൽ ഒരേ പ്രശ്നം, 2 വ്യക്തികൾ, 2 ആറ്റിറ്റ്യൂഡ്, 2 പ്രശ്നം. ഒന്ന് ശ്രദ്ധിച്ച്, മാർത്തയ്ക്ക് ആ വിഷയത്തെ ഓർത്ത് മനക്കലക്കമുണ്ടായി, മറിയ അതേ വിഷയത്തെ ഓർത്ത് ശാന്തമായി. ഇന്ന് പ്രകാരം ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, വചനം ആസ്വദിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് പോലും കർത്താവ് ശാന്തത നിങ്ങളുടെ മനസ്സിൽ തരാൻ പറയാണ്. അപ്പൊ ശ്രദ്ധിച്ച്, ആ പ്രകാശനം ലഭിച്ചവർ എന്താ ചെയ്യണം? വചനത്തെ ആസ്വദിക്കണം. അപ്പൊ ഈ വചനം നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, അതെപ്പോഴാണെന്ന് അറിയാമോ? 2 സാഹചര്യമുണ്ട്, 2 പറയാം. ഒരു പ്രധാനപ്പെട്ട സാഹചര്യം, ഒരിക്കൽ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ദൈവരാജ്യത്തിൽ പോകാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് തോന്നുന്നു യേശുവിന്റെ അടുക്ക് ആ ഉദ്ദേശത്തിന് വേണ്ടി അധികം പേര് യേശുവിന്റെ അടുത്ത് വന്നവരെ ഒന്നെങ്കിൽ രോഗത്തൊക്കെ പോകാൻ, അല്ലെങ്കിൽ ഭൂതം വിട്ടുപോകാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ ഒരു മിറാക്കിളിന് വേണ്ടി യേശുവിന്റെ അടുത്ത് വന്നത്. പക്ഷെ ഈ മനുഷ്യൻ ഒന്നര ചോദിക്കും, കർത്താവ്, ദൈവരാജ്യത്തിൽ പോകാൻ
ഞാൻ എന്താ ചെയ്യണം? അപ്പൊ കർത്താവ് പറഞ്ഞു നീ ഇന്നത് പോലെയൊക്കെ ചെയ്യണം. അപ്പൊ ഇയാൾ പറയുക ഓ ഞാനത് ചെറുപ്പം മുതല് ചെയ്തു വരിക. അപ്പൊ കർത്താവ് പറഞ്ഞു അടുത്ത ദൂത് നിനക്കൊരു കുറവുണ്ട്. എന്താ പറഞ്ഞേ? നിനക്കൊരു വായിച്ചു മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 21, 22, 23, 24 വാക്യങ്ങൾ വായിച്ച്. മർക്കോസ് എടുത്ത മർക്കോസ് 10-ാമത്തെ അധ്യായം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം. അപ്പൊ യേശു ആ മനുഷ്യനോട് 2 പ്രസംഗം പറഞ്ഞു. ഒന്നാമത്തെ പ്രസംഗം ഏതാ? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നിന്റെ അപ്പനും അമ്മയും ബഹുമാനിക്കണം. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ പുള്ളി സന്തോഷമായി. പുള്ളി പറഞ്ഞ കർത്താവേ ഈ പ്രസംഗപ്രകാരം ഞാൻ ആരാണ്? പെർഫെക്റ്റ് ആണ്. അപ്പൊ യേശു 2ാമതൊരു പ്രസംഗം പറഞ്ഞു. ആ 2ാമത്തെ പ്രസംഗത്തിനകത്തെ പ്രധാനപ്പെട്ട തീം എന്താണെന്നറിയാമോ? ഒരു വ്യക്തിയുടെ അകത്തെ കുറവ് വെളിപ്പെടുത്തുക. നിങ്ങളെ ഏത് പ്രസംഗത്തിനകത്ത് 2 ഭാഗം ഉണ്ടാകും. ഉണ്ടാകണം, അതാണ് പ്രസംഗം. ഏത് ശുശ്രൂഷക്കകത്തും 2 ഭാഗങ്ങളുണ്ടാവും. ഒന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാഗം ഉണ്ടാകും. ഒന്ന് നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ഭാഗം ഉണ്ടാകും. 2ാമത്തത് നമ്മുടെ കുറവ് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം ഉണ്ടാകും. പക്ഷെ ആ മനുഷ്യന്റെ തകർച്ച എന്താണെന്നറിയാമോ? യേശു ആ മനുഷ്യന്റെ കുറവ് വെളിപ്പെടുത്തിയപ്പോ അവിടെ എഴുതിയിരിക്കുന്നു 22ാമത് വാക്യം, അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് വചനത്തിൽ. അപ്പൊ ആദ്യം വചനത്തിൽ ആസ്വദിച്ച ഈ പുള്ളി 2ാമത്തെ ദൂത് കേട്ടപ്പോ വചനത്തിൽ വിഷാദിച്ചു. എന്താ കാര്യം? കുറവ് വെളിപ്പെട്ടു വന്നു. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ എന്റെ അകത്തും ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ അകത്തും മറ്റൊരാൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ അകത്തും ഒക്കെ പരിശുദ്ധാത്മാവ് എന്താ വെളിപ്പെടുത്തും? കുറവ് വെളിപ്പെടുത്തും. കുറവ് വെളിപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല? വിഷാദം ഉണ്ടായാൽ അതിന്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? റിസൾട്ട് യേശു ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതിന് 23ാമത്തെ വാക്യമുണ്ട്. യേശു ചുറ്റും നോക്കി തന്റെ ശിഷ്യന്മാരുടെ സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ. അപ്പൊ ദൈവവചനത്തിനകത്ത് കുറവ് വെളിപ്പെടുത്തുമ്പോ വിഷാദിച്ചാൽ എന്താണ് നോക്കാറുണ്ട്? ദൈവരാജ്യം. ദൈവരാജ്യം. അപ്പൊ വചനം നമ്മുടെ മേൽ വെളിപ്പെട്ട് കുറവ് വെളിപ്പെടുത്തുന്നറിയാമോ? നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനായി കർത്താവ് നമ്മൾ ഒരുക്കുകയാണ്. അത് മനസ്സിലായില്ലെങ്കിൽ ഇത് വെളിപ്പെട്ട് വരുമ്പോൾ ആ വചനത്തിനകത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. മക്കളെ, ഇന്നല്ല എന്നും ഏത് സമയത്തും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് കൃത്യമായി സംസാരിക്കുമെങ്കിൽ എന്റെ കർത്താവെ അത് ഏറ്റെടുക്കുവാനുള്ള തുറന്ന മനസ്സെടുക്കുന്നവനെ എന്നുള്ള പ്രാർത്ഥനയോട് വേണം നാം ദൈവത്തിന്റെ സന്നിധിയിലിരിക്കാൻ. അപ്പൊ യേശു പറഞ്ഞേ സമ്പത്തുള്ളവർ സമ്പത്തുള്ളവരായിട്ട് പോവുകയാണ്. എന്താ ശരിക്കും അതിനർത്ഥം? അത് യേശു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 24ാമത്തെ വാക്യം. അവൻ ഈ വാക്കിനാൽ എങ്ങനെ വിസ്മയിക്കാതിരിക്കും? സമ്പത്തുള്ള സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ വിസ്മയിക്കാതിരിക്കും? അപ്പൊ യേശു അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക. എന്തുവാന്നറിയോ മക്കളെ? സമ്പത്തല്ല വിഷയം, അതിനുള്ള ആശ്രയമാണ് വിഷയം. ദൈവമക്കളെ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഭക്ഷണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെ വരുന്ന ചില സാഹചര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിലൊക്കെ കുറവുകൾ വെളിപ്പെടുത്തുമ്പോൾ ഒരു പക്ഷേ എനിക്ക് അങ്ങനെ പല ഇടങ്ങളിൽ വെച്ച പല സമയങ്ങളിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം നല്ല കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ വിരൽ ചൂണ്ടി നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്തുമ്പോൾ അത് ഒന്ന് പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് എവിടെ പോകാൻ പറ്റൂ? ദൈവരാജ്യത്തിൽ. അല്ലെങ്കിൽ കുഴപ്പമില്ല, സഭയിൽ വരാം, പക്ഷെ എവിടെ പോകില്ല? ദൈവരാജ്യത്തിൽ പോകുകയില്ല. സ്തോത്രം. അപ്പൊ ഒന്ന്, വചനം ആസ്വദിക്കാൻ കഴിയാതെ വരുന്ന ഒന്നാമത്തെ പശ്ചാത്തലം നമ്മുടെ കുറവുകൾ വെളിപ്പെടുമ്പോഴാണ്. 2ാമത്തെ അറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കാത്തപ്പോൾ. സ്തോത്രം. നമ്മുടെ ഗുരുവാക്യം വായിച്ചേ. 5ാമത് വാക്യം, 6ാമത്തെ അധ്യായം 5ാമത് വാക്യം. ദൈവത്തിന്റെ നല്ല വചനവും ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ 4ാമത് വാക്യം വായിച്ചേ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പൊ ഈ
വചനം നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്ത രണ്ടാമത്തെ പശ്ചാത്തലം, നമ്മുടെ അകത്ത് എന്ത് പ്രവർത്തിക്കുന്നില്ല? പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ എങ്ങനെയൊക്കെ പ്രസംഗിച്ചാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് വചനം നമുക്ക് ബോധ്യമാക്കി തരേണ്ടത്. ഇല്ലെങ്കിൽ കുടം കമഴ്ത്തി വെച്ച് വെറുതെ ഒഴിക്കുന്ന പോലെ ഇരിക്കും. കാരണം അകത്തെന്തോ ഇല്ല, പരിശുദ്ധാത്മാവില്ല. ഒന്ന്, വചനം ആസ്വദിക്കാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒരു കാര്യം, നമ്മുടെ കൂടെ വെളിപ്പെട്ട് വരുമ്പോൾ ചിലപ്പോൾ അത് നമുക്കത് ആസ്വദിക്കാൻ പറ്റത്തില്ല. എന്നാൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. അതോടെ അക്സെപ്റ്റ് ചെയ്യാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. രണ്ടാമത്, പരിശുദ്ധാത്മാവിനെ ഭാവിച്ചാൽ മാത്രമേ വചനം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് തൽക്കാലം പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവേ, ഇന്ന് കേൾക്കുന്ന ഈ വചനം എന്റെ ഹൃദയത്തിനകത്ത്, എന്റെ ആത്മശരീരത്തിൽ ബലമായി പരിണമിക്കേണ്ടതിന് എന്റെ അകത്ത് പരിവർത്തിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ പൗലോസ് ഒരു മുന്നറിയിപ്പാണ് 6-ാമത്തെ അധ്യായത്തിനകത്ത് പറയുന്നത്, അല്ലെ? 6-ാമത്തെ അധ്യായത്തിനകത്ത് അതിന് 5-ാമത് വാക്യമുണ്ടോ? ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിച്ചു. എന്നിട്ട് പറയുക 7-ാമത് വാക്യമുണ്ടോ? പലപ്പോഴും പെയ്ത മഴ. അപ്പൊ ശ്രദ്ധിച്ചേ, പലപ്പോഴും പെയ്ത മഴ ഭൂമി കുടിച്ചിട്ട് കൃഷി ചെയ്യുന്നവർക്ക്. അപ്പൊ ശ്രദ്ധിച്ചേ, പലപ്പോഴും പെയ്ത മഴ ഭൂമി എന്ത് ചെയ്തു? അപ്പൊ മഴ പെയ്തിട്ട് എന്തുണ്ടാകണമെന്ന കൃഷി ചെയ്യുന്ന ആരുടെ ആഗ്രഹം? ഹിതമായ. അപ്പൊ നമ്മുടെ മേൽ പെയ്യുന്ന മഴ ഏതാണെന്ന് അറിയണം. വേണ്ടി വായിച്ചില്ലേ? ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയതവാസതയ്ക്ക് പരിശുദ്ധാത്മാവെ പ്രാപിക്കുകയും ദൈവത്തിന്റെ വചനത്തിനകത്ത് നന്മ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവും വചനവും ഒക്കെ ദൈവം നമ്മുടെ മേൽ പെയ്യിക്കുന്ന സ്വർഗത്തിന്റെ മഴയാണ്. ഹല്ലേലൂയ. അപ്പോൾ വചനശുശ്രൂഷകളിലൂടെ ഞാൻ നിങ്ങൾ പരിപൂർണിക്കുക, കർത്താവിന്റെ സ്വർഗീയ മഴയിൽ ഞാൻ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഞാൻ പറയാം, ലോകത്തിന്റെ മഴ നനഞ്ഞാൽ പനി വരും, പക്ഷെ ഈ മഴ നനഞ്ഞാൽ പനി മാറും. വചനം പറയുന്നു, ഞാൻ എന്റെ വചനം അയച്ച് അവർക്ക് പനി വരുത്തിയതല്ല, ഞാൻ എന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ബൈബിൾ പറഞ്ഞത് കേട്ടോ, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ് തന്റെ ജനത്തിന്റെ മേൽ, ഭൂമിയുടെ മേൽ പെയ്യുന്ന ദൈവത്തിന്റെ മഴയാ. പണ്ട് ഞാൻ ഇങ്ങനെ കൈയടിച്ചോണ്ടിരുന്നത്, പരിശുദ്ധാത്മ വന്നപ്പോൾ ഞാൻ എങ്ങനെ അടിക്കാൻ തുടങ്ങി? ഇതൊക്കെ സംഭവിച്ചിരിക്കും. പക്ഷെ ഈ മഴ ദൈവം നമ്മുടെ മേൽ പെയ്യിക്കുന്നത് എന്തിനാ? പലപ്പോഴും പെയ്ത മഴ. ഒരു ഉദാഹരണം പറയുക, നിങ്ങളുടെ ആത്മാവിനെ പ്രാപിച്ചവരല്ലേ, വചനം കേട്ടവരല്ലേ, വചനത്തെ നന്മയെ അനുഭവിച്ചവരല്ലേ. പക്ഷെ എന്തിനാണ് കർത്താവ് നിങ്ങളുടെ മേൽ മഴ പെയ്യിക്കുന്നത്? കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് ആഗ്രഹമുണ്ട്. എന്തോ ചെയ്യണം? ഹിതകരമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ എന്തോ ഉണ്ടാവും? അപ്പൊ വചനം കേൾക്കുമ്പോഴാണോ അനുഗ്രഹം? വചനം കേട്ട് ഫലം പുറപ്പെടുവിക്കുമ്പോഴാണോ അനുഗ്രഹം? ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. വചനം കേട്ട് എനിക്കൊന്നും കിട്ടിയില്ല. ശ്രദ്ധിച്ചോളൂ, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതകരമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ആ പദം ചിന്തനീയമാണ്, പ്രസക്തമാണ്. നിങ്ങൾ ഫലം കായ്ക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? അനുഗ്രഹം ഉണ്ടാകും. സ്വതം അനുഗ്രഹം പ്രാപിക്കണോ? ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണം. ഹല്ലേലൂയ. ഫലം കായ്ക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അനുഗ്രഹം ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഈ അനുഗ്രഹം പറഞ്ഞിരിക്കുന്ന ആ വേർഡിൽ കൊടുത്തിരിക്കുന്ന ഈ വേർഡ് യുലോഗിയ എന്നാണ്. യുലോഗിയ എന്തുവാ ഗ്രീക്ക് വേർഡ്? യുലോഗിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്പിരിച്വൽ ബ്ലെസ്സിംഗ് എന്നല്ല. യുഗോലിയ ന്യൂമാറ്റിയോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആത്മീയ അനുഗ്രഹം എന്നാണ്. അതാണ് എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം. സ്വർഗത്തിലെ സകല ആത്മീയ യുഗോലിയ ന്യൂമാറ്റോ, ആത്മീയ അനുഗ്രഹം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മീയ അനുഗ്രഹം മാത്രമല്ല, ആത്മീയ, ഭൗതിക, ശാരീരിക, സാമ്പത്തിക, ഭൗതിക എല്ലാ അനുഗ്രഹങ്ങളും ഇതിനകത്തുണ്ട്. ഇത് പറയാൻ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഈ കേൾക്കുന്ന വചനത്തിനകത്ത്, ഞാൻ ഈ ചുമക്കുന്ന വചനത്തിനകത്ത് എനിക്ക് ആവശ്യമുള്ള എല്ലാ നന്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? പറയുന്നു, നിങ്ങൾ ഈ മഴയിൽ നനയണം. വചനം കേൾക്കുമ്പോൾ അതിൽ നനയണം. എന്നിട്ട് ഫലം കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? ഫലം കായ്ച്ചില്ലെങ്കിൽ
എന്താ സംഭവിക്കും? അടുത്തത് 8-ാമത് വാക്യം വായിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അപ്പൊ ശ്രദ്ധിച്ച്, വചനം കേട്ടിട്ട് ഫലപ്രാപ്തിയിലേക്ക് നിങ്ങൾ വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? അനുഗ്രഹം ഉണ്ടാകും. വചനം കേട്ടിട്ട് ഫലം ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തുണ്ടാകും? അപ്പൊ ഇതിന്റെ രണ്ടിന്റെ നടുക്ക് ഒരു സ്പേസ് ഉണ്ടോ? ഇല്ല. സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് നമ്മളെ ഇന്ന് പറയും വചനം കേൾപ്പിക്കുന്നത് ശാപഗ്രസ്തരാകാനല്ല, അനുഗ്രഹിക്കപ്പെടാനാണ്. സ്തോത്രമുണ്ടോ? അപ്പൊ നിങ്ങൾ ഹിതകരമായ ഫലം ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ടാകും? നിങ്ങൾ ഉണ്ടാകണമെന്നല്ല, നിങ്ങളുടെ തനിയെ ഉണ്ടായിക്കോളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വന്നോളൂ. അതല്ല, മുഴുവൻ ജനത്തിലുമാണ് ഹിതമല്ലാത്ത ഫലമാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്തുണ്ടാകും? ശാപത്തിനടുത്തതും അടുത്തത് ചുട്ടിനത്രേ. യേശു ഒരിക്കലും നടന്നു പോകുന്ന സമയത്ത് ഒരു അത്തിയെ കണ്ടിട്ട് യേശുവിനെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ആ അത്തിക്കകത്തൊന്നും ഇല്ല. ഉടനെ കർത്താവ് എന്ത് ചെയ്തു? ആ അത്തിയെ ക്ഷമിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ അത്തി വളരെ അങ്ങനെ മോശപ്പെട്ട ആളൊന്നുമല്ല അല്ലേ? ഒരുപാട് ഇല അതുമേലെ അപ്പൊ ഫലം ഉണ്ടായി എന്ന് തോന്നിക്കത്തക്ക എല്ലാ ലുക്കും ആർക്കുണ്ട്? നമ്മൾ ഏതെങ്കിലും ഉണങ്ങിയ തെങ്ങിനെ കൂട്ടിങ്ങനെ നോക്കുവോ? തേങ്ങ ഉണ്ടോ? അങ്ങനെ നോക്കണമെങ്കിൽ യാതൊരു ക്വാളിറ്റി വേണ്ടേ? അപ്പം പുള്ളിയുടെ ലുക്കിൽ പുള്ളി ഓക്കെയാ, പക്ഷെ വർക്കിൽ പുള്ളി ലുക്കിലല്ല കാര്യം, പിന്നെ വർക്കിലാണ് കാര്യം. അപ്പം പുള്ളി ഇലയുണ്ട്, തടിയുണ്ട്, എല്ലാം ഓക്കെയാണ് അല്ലേ? അപ്പോ എന്റെ ചോദ്യം, ഈ ഇല ആർക്ക് വേണ്ടിയുള്ളതാ? വൃക്ഷത്തിന് വേണ്ടി. വേറെ ആർക്ക് വേണ്ടിയുള്ളതാ? വൃക്ഷത്തിന് വേണ്ടി. അതിന് തടി ആർക്ക് വേണ്ടിയുള്ളതാ? വൃക്ഷത്തിന് വേണ്ടി. അതിന് കൊമ്പ് ആർക്ക് വേണ്ടിയുള്ളതാ? വൃക്ഷത്തിന് വേണ്ടി. അപ്പം പുള്ളി ഒരു 10 മിനിറ്റ് ഒരു ടൈം കൊടുത്തിരിക്കട്ടെ. പറയും കഴിഞ്ഞ ആഴ്ച കർത്താവ് എന്നെ ശ്രേഷ്ഠകരമായിട്ട്. പക്ഷേ ഫലം ആർക്ക് വേണ്ടിയുള്ളതാ? പുള്ളിക്ക് വേണ്ടിയുള്ളതല്ല, പിന്നെ ആർക്ക് വേണ്ടിയുള്ളതാ? മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാ. ദൈവമക്കളെ, സ്തോത്രം. ഫലം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയുള്ളതല്ല. നമ്മൾ ആരെങ്കിലും തെങ്ങ് കയറി തേങ്ങ ഇടാൻ നേരത്തെ തെങ്ങ് പറയൂ, 2 തേങ്ങ അവിടെ ഇട്ടാൽ എനിക്ക് രാവിലെ ചമ്മന്തി അരക്കണം തെങ്ങ് പറയൂ? ഇല്ല. തേങ്ങ ആർക്ക് വേണ്ടിയുള്ളതല്ല? തെങ്ങിന് വേണ്ടിയുള്ളതല്ല. പക്ഷെ അതിന്റെ ഓല തെങ്ങിന് വേണ്ടിയുള്ളതാണ്. കാര്യം അത് ഓല ഉണ്ടെങ്കിലേ ഇതിന് ആഹാരം കുക്കിയേ പറ്റത്തുള്ളൂ. പക്ഷെ ഫലം ആർക്ക് വേണ്ടിയുള്ളതല്ല? വൃക്ഷത്തിന് വേണ്ടിയുള്ളതല്ല. ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ യേശു എന്ത് ചെയ്തു? ലുക്കൊക്കെ ആണെങ്കിലും പുള്ളിയെ കർത്താവ് എന്ത് ചെയ്തു? ശമിച്ചു. അപ്പം വചനം കേട്ടിട്ടും നമുക്ക് ആ വചനത്തിന് തക്ക ഫലം കായ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അനുഗ്രഹത്തിന് പകരം എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? ഇത് കർത്താവ് ശമിക്കുന്നതല്ല, ഇതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. കാരണം ഒന്നുകിൽ വചനത്തിൽ അനുഗ്രഹം ഉണ്ടാകും, മറുത്ത് മത്സരിക്കുന്നുവെങ്കിൽ വാഴയായി തീരുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശുശ്രൂഷകളൊന്നും നമ്മുടെ ശാപത്തിന് വേണ്ടിയോ നമ്മുടെ ലോകത്തിന് വേണ്ടിയോ അല്ല. ഈ വചനം ദൈവം പുറപ്പെടുവിക്കുന്നത് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. കാര്യങ്ങൾ എഴുതി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഒരിക്കൽ അപ്പനായിരിക്കുന്ന യാക്കോബ് സ്വന്തം മകനായ ജോസഫിന് നേരെ വിരൽ ചൂണ്ടി ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ജോസഫേ, നീ ഫലപ്രദമായ വൃക്ഷം. വായിക്കേണ്ട ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ 22-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ജോസഫാണ് ഫലപ്രദമായ വൃക്ഷം. ഇനി നമ്മുടെ പ്രധാന സന്ദേശത്തിലേക്ക് വരികയാണ്. അപ്പൊ ഇവര് ദൈവത്തിന്റെ മഴയിൽ നനഞ്ഞു അല്ലെ? ഇവർക്ക് എന്താ കിട്ടി? പരിശുദ്ധാത്മാവിനെ കിട്ടി, വചനം കിട്ടി അല്ലെ? ഇവർക്ക് എന്തൊക്കെ ഉണ്ടായത്? പരിശുദ്ധാത്മാവുണ്ട്, വചനമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഫലം കായ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഫലം കായ്ക്കാൻ വന്നപ്പോൾ എന്തോ ബ്ലോക്കായി. അനുഗ്രഹം എന്റെ കൂടെ വരണം. ഇതൊരു ആഴത്തുള്ള ചിന്തയാണ്. അപ്പൊ ആർക്കാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്? വചനം കേട്ട് ഫലം കായ്ക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? അനുഗ്രഹം ഉണ്ടാവും. അപ്പൊ ഇവർക്ക് ഫലം കായ്ക്കാതെ വന്ന് ഇവര് അല്പം പിന്മാറിയപ്പോൾ ഇവരുടെ അനുഗ്രഹങ്ങളെല്ലാം എന്ത് ചെയ്തു? ബ്ലോക്കായി പോയി. ശാപമായില്ല, ശാപം ആകുന്നത് പിന്നെ അത് പിന്നീട് 12-ാമത്തെ അധ്യായത്തിലാണ്. അനുഗ്രഹങ്ങളെല്ലാം ബ്ലോക്കായി പോയി. ഓട്ടോമാറ്റിക്കലി ഇവർക്ക് എന്തുണ്ടായെന്ന് അറിയാമോ? ഒരു ഭയങ്കര മടുപ്പുണ്ടായി. ഒന്ന് വായിച്ചേ, 6-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം.
അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി അതുകൊണ്ടോ ഇത് ഇതിന്റെ ടെക്നിക്ക് മനസ്സിലാകുന്നില്ല. വചനം കേട്ട് പ്രാർത്ഥനക്ക് വരുമ്പോഴല്ലോ ബ്ലെസ്സിംഗ് ഉണ്ടാകുന്നത്. പിന്നീട് വചനം കേട്ട് എന്തുണ്ടാകണം? ഫലം ഉണ്ടാകുമ്പോഴാ എന്തുണ്ടാകുന്നത്? അനുഗ്രഹം ഉണ്ടാകുന്നത്. ഇവർ ഫലം അത് ഇവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഫലം കായ്ക്കാതെ വന്നപ്പോൾ എന്തോ ബ്ലോക്കായി? അനുഗ്രഹം ബ്ലോക്കായി. അനുഗ്രഹം ബ്ലോക്കായപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് എന്തുണ്ടായി? നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ഒക്കെ ഉണ്ടാകാതിരിക്കുമ്പോൾ നമുക്ക് നോർമലി എന്തുണ്ടാവും? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ മന്ദത എന്നുള്ള വേർഡിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് നൊത്രോ എന്ന പദമാണ്. എന്ന് പറഞ്ഞാൽ അത്ര അറിയാമോ? മടി. എന്തുവാ? അപ്പം നമുക്കൊരു 2-3 കൂടുതലൊക്കെ വാലൊക്കെ ഒന്ന് വന്നു നോക്കി നമുക്ക് നമ്മുടെ ഉത്സാഹം ഒന്ന് വർദ്ധിക്കും. ഇത് നിങ്ങൾ ഞാൻ എല്ലാ കാര്യത്തിലും ഒരുവല്ല. പക്ഷെ ഇതിന് ടെക്നിക്ക് മനസ്സിലാവണം. വചനം കേൾക്കുമ്പോഴല്ല, വചനത്തിനനുസരിച്ചുള്ള ഒരു ഫലം നമ്മുടെ അകത്ത് വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സ്വതന്ത്രം ഫലം കായ്ക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്താ ബ്ലോക്കാവും? അനുഗ്രഹം ബ്ലോക്കാവും. അനുഗ്രഹം ബ്ലോക്കാകിയാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാകും? പ്രാർത്ഥിച്ചിട്ട് കിട്ടാതെ വരുമ്പോ ഏത് മനുഷ്യനും പിടിച്ചു നിൽക്കുന്നതിന് വരില്ലേ? അപ്പൊ ഇവർക്ക് എന്തുണ്ടായി? നൊത്രോ എന്ന് പറഞ്ഞാൽ എന്തുണ്ടായി? മടുപ്പുണ്ടായി. എന്താ പ്രാർത്ഥന വരാതെ? ഒന്നുമില്ല പക്ഷേ വന്നില്ലെന്നേ. അതെന്താ? അതിനാണ് മടുപ്പെന്ന് പറയുന്നത്. ഇവർക്ക് എന്തുണ്ടായി? അങ്ങനെ നിങ്ങൾ വായിച്ചോ. മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ ചാടി അടങ്ങി ബഹളം ഉണ്ടാക്കരുത്. അത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ സാവധാനം വചനം കേട്ട് ആ വചനത്തിന്റെ മഴയിൽ നനഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിന്റെ പദമൊക്കെ പുറത്തു വരട്ടെ. ശാഠ്യം വെക്കരുത്, ധൃതി വെക്കരുത്. അബ്രഹാമിന്റെ കാര്യം താഴെ പറയുന്നുണ്ട്. അബ്രഹാം നീണ്ട 25 വർഷങ്ങൾ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നത് പോലെ ഒരു കാത്തിരിക്കാമെങ്കിൽ ആ വാഗ്ദത്ത ദൈവം പറഞ്ഞ വാക്കുകൾ നമ്മുടെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാ നിവർത്തിക്കും. എന്ന പദത്തിൽ വിശ്വസിക്കുന്നു. വള്ളി ഭൂമി തെറ്റാതെ, അത് വിസർഗം തെറ്റാതെ എന്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്റെ കുടുംബത്തിനകത്ത് നിവർത്തിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ആ ഫലങ്ങളെ ഉയർത്തി ഒരു സ്വാഗതം. അങ്ങനെ വായ്പകളൊന്നും വേണ്ട. ഇവർക്ക് എന്തുണ്ടായി? ഒരു മടുപ്പ് അല്ലേ? മടുപ്പുണ്ടോ? മടുപ്പുണ്ടോ? ഒരു കാര്യമില്ലാതെ ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹമുണ്ടോ? ഒരു കാര്യം വന്നു, ഓക്കെ. പക്ഷെ ഒരു കാര്യം ഇല്ലാതെ നമുക്കൊരു വൈമനസ്യമുണ്ടോ ആത്മീയ കാര്യങ്ങളോട്? അതിനെയാണ് മടി എന്ന് പറയുന്നത്. ബൈബിൾ പറയുന്നു, നിങ്ങൾ ബലം കായ്ക്കാതെ വന്നപ്പോൾ നിങ്ങളുടെ അനുഗ്രഹം ബ്ലോക്കായി. നിങ്ങളുടെ അനുഗ്രഹം ബ്ലോക്കായാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്തുണ്ടാവും? നമ്മളൊരു വിഷയ ദൈവസന്നിധിയെ കുറിച്ച് പ്രാർത്ഥിക്കുന്നിരിക്കട്ടെ. നമ്മുടെ പൂർണ്ണ വിശ്വാസം ഈ 7 ദിവസം ഫാസ്റ്റ് കഴിയുമ്പോൾ എനിക്കൊരു വിടുതൽ ഉണ്ടാകും. അപ്പൊ ഇത് ഉണ്ടായില്ലെങ്കിൽ നെക്സ്റ്റ് മൺഡേ മുതൽ നമ്മുടെ ഹൃദയത്തിന് എന്തുണ്ടാവും? ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലേ? ഇതൊക്കെ സംഭവിച്ചത്. ഫലം കായ്ക്കാം. പൗലോസ് അതിന്റെ സീക്രട്ട് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഈ കർത്താവിനെ വിട്ടൊന്ന് പോകട്ടെ. ഇതിന്റെ സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം. വചനം കേട്ട് അതിന്റെ ഫലം നിങ്ങളിൽ ഉണ്ടായാൽ വലിയ തടസ്സങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്തുണ്ടാകും? അനുഗ്രഹം ഉണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകും? മടുപ്പുണ്ടാകും. പക്ഷെ മടുപ്പിനെ അതിജീവിച്ചോ? സ്വന്തം മടുപ്പ് വെച്ചോണ്ട് നമുക്ക് സ്ഥിതിയുടെ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. കർത്താവിന്റെ കാര്യത്തിൽ, നമ്മുടെ കാര്യത്തിൽ നമുക്ക് മടുപ്പുണ്ടോ? ഇല്ല, ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. നമ്മുടെ കാര്യത്തിനകത്ത് മടുപ്പുണ്ടെങ്കിൽ പിന്നെ ഒന്നും നടക്കത്തില്ല. കർത്താവിന്റെ കാര്യത്തിലാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ മടുപ്പ്. പൗലോസോട് പറയുക, കർത്താവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മടുപ്പുണ്ടാകരുതെന്ന് അറിയാമോ? കാരണം ഹല്ലേലൂയ, ഈ മടുപ്പ് മാറണമെങ്കിൽ നിങ്ങൾ മടുത്തു പോകാത്ത യേശുവിനെ ഒന്ന് ധ്യാനിച്ചാൽ മതി. 12-ാമത്തെ അധ്യായം അതിന് 3-ാമത് വാക്യം വായിച്ചേ. എബ്രായ 12:3. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് നിങ്ങളുടെ മടുപ്പിനെ നിങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി. നിങ്ങൾക്ക് കർത്താവിന്റെ കാര്യത്തിൽ ആണല്ലോ മടുപ്പുണ്ടായിരിക്കുന്നത്. എന്തിനാ മടുക്കുന്നത്? പൗലോസ് ചോദിക്കുന്നു, യേശു മരിച്ചത് യേശുവിന് വേണ്ടിയായിരുന്നു. തന്റെ അവസാനത്തുള്ള രക്തം വരെ കാൽവരി കുരിശ് നമുക്ക് വേണ്ടി മാറ്റി തന്നത് തനിക്ക് വേണ്ടിയായിരുന്നു. നമുക്ക് വേണ്ടി മരിക്കുന്ന കാര്യത്തിൽ യേശുവിന് മടുപ്പുണ്ടായില്ലെങ്കിൽ
പിന്നെ യേശുവിന്റെ കാര്യത്തിൽ നമുക്ക് എന്തിനാ ഒരു മടുപ്പ? ചോദിച്ചു കേട്ടോ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട യേശു വിരോധം സഹിച്ചത് യേശുവിന് വേണ്ടിയായിരുന്നോ? അല്ല, നമുക്ക് വേണ്ടിയായിരുന്നു. കർത്താവ് ഒരിക്കലും പിതാവിനോട് ക്രൂശിക്കണമെന്ന് പറഞ്ഞില്ല. പിതാവേ, ഇതെനിക്ക് വയ്യ, ഞാൻ മടുത്തു എന്ന് യേശു പറഞ്ഞില്ല. എപ്പോഴെനിക്ക് പറഞ്ഞിട്ടുണ്ട്, അനുസരണമുള്ളവനായി മരണത്തോളം അനുസരണമുള്ളവനായി യേശു തീർന്നു. ദൈവങ്ങളെ, കർത്താവിന്റെ കാര്യത്തിൽ മടുപ്പുണ്ടാകരുത്. കാരണം നമ്മുടെ കാര്യത്തിൽ കർത്താവ് ഇന്നേവരെ മടുത്തിട്ടില്ല. യേശു നമുക്ക് വേണ്ടി മരിച്ചു, യേശു നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ടു, യേശു നമുക്ക് വേണ്ടി സ്വരാരോപണം ചെയ്തു. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ മടുത്തു പോകാത്ത കർത്താവ് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെ രക്ഷിക്കുന്ന കാര്യത്തിൽ, നമ്മുടെ പാപം മോചിക്കുന്ന കാര്യത്തിൽ, നമ്മളെ വിടിവിക്കുന്ന കാര്യത്തിൽ കർത്താവിന് മടുപ്പ് പോകില്ലെങ്കിൽ കർത്താവിന്റെ കാര്യത്തിൽ നമുക്കും മടുപ്പുണ്ടാകരുത്. നിങ്ങൾ അത് ഓർമ്മിച്ചാൽ മതി. മടുപ്പ് വരുമ്പോ നിങ്ങൾ എന്താ ധ്യാനിക്കണം? നിങ്ങളുടെ ഉള്ളിൽ ആ മടുപ്പിന് മുമ്പേ എന്താ വരും? ക്ഷീണം വരും. അപ്പൊ ക്ഷീണം വരുമ്പോ നിങ്ങൾ എന്താ ഓർക്കണം? ആര് ധ്യാനിച്ചോണം? ഞാൻ എന്തിനാ കർത്താവിന്റെ കാര്യത്തിൽ മടുക്കുന്നത്? കർത്താവ് എന്റെ കാര്യത്തിൽ മടുത്തോ? ദൈവങ്ങളെ, കഴിഞ്ഞ ആഴ്ച എന്തെല്ലാം അപകടങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നത്. ഉറങ്ങാൻ കിടന്നവര് ഉറക്കം വിട്ട് എഴുന്നേറ്റില്ല. പലരും കിടന്ന കിടപ്പിൽ കിടന്നുപോയി. ദൈവം നമുക്ക് തന്ന ആയുസ്സിനാണ് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കാര്യത്തിൽ അവൻ ഇന്നവരെ മടുത്തിട്ടില്ല. നമ്മുടെ കാര്യത്തിൽ കർത്താവ് ഇന്നവരെ എനിക്ക് വയ്യെന്ന് പറഞ്ഞിട്ടില്ല. സത്യക്കാരൻ പറയുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മഴയുന്നില്ല, ഉറങ്ങുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ നമുക്ക് കാവൽ തുണയുമാണ്. പൗലോസ് പറയും, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മടുപ്പുണ്ടെങ്കിൽ, ദൈവമക്കളെ, ക്രിസ്ത്യൻ ജീവിതത്തിൽ പാടുന്ന കാര്യത്തിൽ, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, വചനം വായിക്കുന്ന കാര്യത്തിൽ എപ്പോഴെങ്കിലും മടുപ്പ് പറയുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച ബൈബിൾ വായിച്ചോ? ചുമ്മാ ചോദിക്കുക, ചുമ്മാ വെറുതെ ചുമ്മാ വായിച്ചോ? കർത്താവ് നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും മടുപ്പ് കാണിച്ചിട്ടുണ്ടോ? കർത്താവ് നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ദാസ്യത കാണിച്ചിട്ടുണ്ടോ? പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെ മടുപ്പ് വരുമ്പോൾ ആ ക്രൂശയിലേക്ക് ഒന്ന് നോക്കണം. അവിടെ കിടക്കുന്ന കണ്ടോ ഒരുത്തെ, പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്ന് നടക്കട്ടെ. പിതാവേ, നീ എന്നെ കൈവിട്ട അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ഊട്ടിത്തന്ന ഒരു ക്രൂശ കിടക്കുന്നത് കണ്ടോ? അവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ മടുപ്പ് മാറണം. യേശു ക്രൂശിൽ മരിച്ചത്, യേശു അവസാനത്തുള്ള രക്തം വരെ ഊട്ടിത്തന്നത് യേശുവിന് വേണ്ടിയായിരുന്നില്ല, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിലെ മടുപ്പ് മാറിപ്പോകട്ടെ. എന്തെങ്കിലും മടുപ്പുണ്ടോ? എന്തെങ്കിലും പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ മടുപ്പോന്നുണ്ടോ? നിരാശ ഒന്നുണ്ടോ? ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഏലിയ പറഞ്ഞ പോലെ മതിയെ പോലെ മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, ഞാൻ എന്നെ എടുത്താൽ മതി കേട്ടോ. എന്തെങ്കിലും മടുപ്പൊന്നുണ്ടോ? ഇന്ന് കർത്താവിനൊന്ന് ധ്യാനിക്കണം, ക്രൂശിലേക്കണം, നോക്കണം. ഓരോ നിമിഷവും നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവായ ദൈവത്തിന്റെ വലിയ വഴി നോക്കുമ്പോൾ നമുക്ക് മടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വിജയത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയതയും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളാനാണ് നമ്മൾ പറയുന്നത്. അവ ശ്രദ്ധിച്ച് മടുപ്പിനെ എങ്ങനെ അതിജീവിക്കണം? നമുക്ക് വേണ്ടി മടുക്കാത്ത യേശുവിനെ ധ്യാനിക്കണം. കർത്താവേ, നീ എന്നെ നടത്തിയതിനായ സ്തോത്രം, നീ എന്നെ ഉയർത്തിയതിനായ സ്തോത്രം. ഇതൊന്ന് 5 മിനിറ്റ് ധ്യാനിച്ചാൽ നമ്മുടെ ഹൃദയത്തിനകത്ത മടുപ്പ്, യേശു മരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു, യേശു കഷ്ടപ്പെട്ടത് എനിക്ക് വേണ്ടിയായിരുന്നു. എന്നിട്ട് അവരൊന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പിന്നോട്ട് പോകണ്ട കേട്ടോ, നിങ്ങളെ മടുത്തു പോകണ്ട, നിങ്ങളെ മറക്കാത്തൊരു ദൈവമുണ്ട്. ഒന്ന് ചേർന്ന് പറഞ്ഞേ, എന്നെ മറക്കാത്തൊരു ദൈവമുണ്ട്. 6-ാമത്തെ അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ വായിച്ച്. 9-10 വാക്യങ്ങൾ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇതിങ്ങനെ പറയുക, നിങ്ങളുടെ ഉന്മേഷമില്ലാതെ കാണുമ്പോ പറയുക, പക്ഷെ ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം? നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക്. നിങ്ങൾ ആളുപിടിക്കന്മാരാ. എന്താണെന്നറിയാവോ? ഇത്രയും പ്രശ്നം വന്നിട്ടും നിങ്ങളെ കുറിച്ച് ഞങ്ങൾ പ്രതീക്ഷ എന്താണെന്നറിയാവോ? നിങ്ങളെ മറക്കാത്ത ഒരു ദൈവം. എന്താ അടുത്ത വാക്യം വായിച്ചേ?
വിശ്വസിക്കുന്നു. അടുത്തത് ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് സ്നേഹം യെരൂശലേമിലല്ല, ഇവര് പല സ്ഥലങ്ങളിലേക്ക് ചിതറി തെളിച്ചു പോയവരാണ്. എന്നാൽ ഈ പണ്ട് യെരൂശലേമിലായിരുന്നു. അവിടെ ദൈവദാസന്മാർക്ക് കൊടുത്തും ആരും മേടിച്ചും ആലയത്തിൽ പോലും യേശുദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചും പരസ്പരം കൂട്ടായ്മ കാണിച്ചും കർത്താവിനോട് വലിയ കാര്യങ്ങൾ ചെയ്തവരാണ്. എന്നാൽ ഇപ്പോൾ അവരുടെ കയ്യിൽ പണമില്ലാതെ വരും, അവർക്ക് ആരോഗ്യമില്ലാതെ വന്നു, പല ദിനങ്ങളിലേക്ക് അവർ ചിതറി തെളിച്ചു പോയി. എന്നാൽ പൗലോസിന്റെ മുഖാന്തരം പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുകയാണ്. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ചെറുവീഴലെങ്കിലും ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് മറന്നു കളയുന്നവരല്ല എന്റെ ദൈവം. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്. മടുപ്പുണ്ട്, ക്ഷീണമൊക്കെ സംഭവിച്ചു. പക്ഷേ പൗലോസ് പറയുന്നു, മടുത്തു പോകരുത്, നിങ്ങളെ മറക്കാത്തവരുണ്ട്. ദൈവങ്ങളെ കാത്താനോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ മറക്കത്തില്ല. എന്താ വായിക്കുന്നത്? വിശുദ്ധമായ ശുശ്രൂഷിച്ചതിനാലും നിങ്ങളുടെ പ്രവൃത്തിയും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട്. അവര് ദൈവനാമത്തിനോട് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായില്ല. പക്ഷെ അവരെന്താ ചെയ്തെന്ന് അറിയാമോ? ദൈവത്തിന്റെ നാമത്തോട് നിങ്ങൾ പ്രാർത്ഥനക്ക് വരുന്നവർ ദൈവനാമത്തോട് സ്നേഹം കാണിക്കുവാണ്. സ്വന്തരാഴ്ച ഇടുന്നവർ ദൈവനാമത്തോട് സ്നേഹം കാണിക്കുകയാണ്. ഒരാളുടെ സുവിശേഷം പറയുന്നവർ ദൈവനാമത്തോട് സ്നേഹം കാണിക്കുകയാണ്. ദൈവനാമത്തോട് സ്നേഹം കാണിച്ചിട്ടുള്ളോ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മറന്നു കളയില്ല. പൗലോസ് പറയുന്നു, മടുക്കണ്ട, മറക്കാത്തൊരു ദൈവമുണ്ട്. ഒന്ന് പറഞ്ഞേ, മടുക്കണ്ട, മറക്കാത്തൊരു ദൈവമുണ്ട്. ദൈവം മറന്നു കളയുന്നവരല്ല. എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം. ആ മനുഷ്യന്റെ അടുക്കൽ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ കാര്യം പ്രവർത്തിലാക്കിക്കൊള്ളുക, നീ മരിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എടുത്ത് യെശയ്യാ പ്രവചനം 38-ാമത്തെ അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളൊന്ന് വായിച്ചേ. യെശയ്യാ പ്രവചനം 38-ാമത്തെ അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. അപ്പോൾ ഹിസ്കിയാവ് തിരിച്ച് അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രത ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ദൈവസന്നിധിയിൽ പറഞ്ഞ് കരയാൻ നമ്മുടെ ഓർമ്മയിൽ എന്തെങ്കിലും ഉണ്ടോ? ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അത് പ്രാർത്ഥനയല്ല, പുള്ളി പൊട്ടിയൊരു കരയുക. ഹിസ്കിയാവ് ഇങ്ങനെ നാളെ രാവിലെ നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യൻ തകരാതിരിക്കും? നമ്മൾ സുഖമായിട്ട് ഉറങ്ങാൻ കാര്യം നമ്മളെ ആരും കൊല്ലാൻ വരാത്തതുകൊണ്ടാണ്, അല്ലേ? അല്ലേ? അതെ. ഇവിടെ ഹിസ്കിയാവോട് പറയുന്നു, ഹിസ്കിയാവേ, നീ മരിച്ചു പോകും. ആരാ പറയുന്നറിയാവോ? അന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പ്രവാചകൻ വന്ന് പറയുന്നു, ഹിസ്കിയാവേ, നിന്റെ ഗ്രഹകാര്യം നീ മരിച്ചു പോകും. അപ്പോൾ തിരിച്ചാലിയിരുന്ന ഓർമ്മയുടെ മുഖത്തിൽ ഇങ്ങനെ പാറ്റി നോക്കിയിരുന്നെങ്കിലും ഉണ്ടോ? ആ മുഖം ചുവരിന് നേരെ തിരിച്ചിട്ട് പുള്ളി ഒറ്റ പ്രാർത്ഥന. എന്താ പ്രാർത്ഥിച്ചത്? യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രത ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് നീ കർത്താവിനോട് പറയാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? കർത്താവേ, ഈ പ്രയാസത്തിന് നടുവിൽ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ നിനക്ക് വേണ്ടി നിന്നത് നീ ഓർക്കണമേ. അതല്ലെങ്കിൽ തന്നെ ദൈവം മറവിയുള്ള ദൈവമല്ല. സ്തോത്രം. ദൈവം എല്ലാം മറന്നുകൊണ്ട് ദൈവമല്ല. ഇപ്പൊ പറഞ്ഞല്ലോ, പക്ഷേ ദൈവത്തോട് ഒന്ന് പറഞ്ഞു കരയാൻ തയ്യാറാണ്. ദൈവം മറന്നു കഴിയുന്നതല്ല കേട്ടോ. ഹിസ്കിയാവ് ഈ വാക്ക് പറഞ്ഞു കരയുമ്പോൾ പ്രവാചകന് രണ്ടാമതൊരു തോത് കിട്ടി. നീ തിരിച്ച് യെശയ്യാവിനോട് പറയണം. നീ തിരിച്ച് യെശയ്യാവിന്റെ രണ്ടാമത്തെ തോത് പറയണം. യെശയ്യാവേ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു, നിന്നെ ദൈവം ഓർത്തിരിക്കുന്നു. നിന്റെ ആയുസ്സിനോട് 15 വർഷം കൂടെ എന്റെ കർത്താവ് നീട്ടി തന്നിരിക്കുന്നു. ഇന്ന് പകലിൽ ഈ തോത് ദൈവസഭത്തിന് ആത്മാവിൽ കൈമാറുമ്പോൾ ഒരു പ്രവചന ശബ്ദം എന്റെ മനസ്സിങ്ങനെ കലരുകയാണ്. നീ സ്റ്റോർട്ട് വെച്ചിരിക്കുന്നതിനെ കർത്താവ് ദീർഘായുസ്സുമാണ്. കർത്താവ് വീണ്ടും കർത്താവിനെ തുടരാൻ പോവുകയാണ്. നീ അവസാനിപ്പിക്കണ്ട, നീ കൂട്ടിടണ്ട. എന്റെ കർത്താവ് നീ ചെയ്യുന്ന ഓർത്ത് നിന്റെ ജീവിതത്തിന് ഒരു തുടർച്ച തരാൻ പോവുകയാണ്. മതി മതി മതി, ഇനി ഞാൻ ചെയ്യുന്നില്ല, ഇനി ഞാൻ പോകുന്നില്ല, ഇനി ഞാൻ പറയുന്നില്ല. പരിശുദ്ധാത്മാവ് നിന്റെ ആയുസ്സോടെ 15 വർഷം കൂട്ടി തന്നിരിക്കുന്നു എന്ന് യെശയ്യാവ് പറഞ്ഞതുപോലെ
ചില ആഗ്രഹങ്ങളുടെ ജീവിതം നടക്കാൻ പോവുകയാണ്. ഇതുവരെ ഇല്ലാത്തത്, ഇതുവരെ കാണാത്തത് യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പഠിക്കണ്ട ദൈവങ്ങളുടെ ചിലപ്പോണ്ടല്ലോ ഈ ഞാൻ ഈ പറയുന്നത് ഒരു സത്യസന്ധമായ ഒരു വിഷയത്തിൽ നിന്ന് ഞാൻ പറയാം. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ നമുക്കൊന്നും കിട്ടത്തില്ല. എങ്ങനെ തുടങ്ങണം നമുക്ക് അറിയത്തില്ല. അപ്പൊ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഞാൻ നിനക്ക് വേണ്ടി ഇന്നത് ചെയ്തു എന്ന് നീ എന്ത് ചെയ്യണം? ഇത് കർത്താവിന്റെ ഒരു വിലപേശനല്ല കേട്ടോ. ഇത് ഗീവ് ആൻഡ് ടേക്ക് പോളിസി അല്ല. എന്നാൽ കർത്താവ് നീ ഒന്ന് ഓർക്കണമേ. പരിശുദ്ധാൻ പറയുന്നു, നീ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചിരിക്കുന്നതിനെ എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം തുറക്കാൻ പോവുകയാണ്. അവർ മടുത്തുപോയിട്ടുണ്ട്. പ്രസംഗം എല്ലാം ക്യാൻസൽ ആയി മടുത്തുപോയി. മടുക്കണ്ട, മറക്കാത്തൊരു ദൈവമുണ്ട്. അവസാനം ഒരു പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 6-ാമത്തെ അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ വായിച്ചേ. ദൈവം മാറുകയില്ല, പക്ഷെ നമ്മൾ മാറരുത്. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് അപ്പൊ ദൈവം മാറുമോ? ദൈവം മാറുമോ? ഇല്ല. അടുത്തത് മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അടുത്തത് അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം കർത്താവ് മാറുമോ? ഇല്ല. പക്ഷെ ഒരു കാര്യം, നമ്മള് അതാ പൗലോസ് പറയുന്നു, നിങ്ങൾ മടുക്കണ്ട, പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ല എന്ന് വിചാരിച്ച് ക്ഷീണിക്കണ്ട. മറക്കാത്തൊരു ദൈവമുണ്ട്. ദൈവത്തെ ഞാൻ കാര്യം പറയാം. നിങ്ങൾ കഷ്ടപ്പെട്ട പ്രാർത്ഥനക്ക് വരുന്നു, ദൈവനാമത്തിനോട് കൊടുക്കുന്നു. കർത്താവ് ഒന്നും മറക്കുന്നവരല്ല, ഒന്നും മറക്കുന്നവരല്ല. പൗലോസ് തീർത്ത് പറയുന്നു, പ്രാർത്ഥന മറുപടി വൈകുമ്പോ നിങ്ങൾ ഭാരപ്പെടണ്ട, ദൈവം മറക്കുന്നവനല്ല. എന്നിട്ട് പറയുന്നു, ദൈവം മറക്കത്തുമില്ല, ദൈവം മാറത്തില്ല. എന്ന് പറഞ്ഞേ, മാറാത്ത ദൈവം, മറക്കാത്ത ദൈവം. മാറില്ലവൻ, മറക്കില്ലവൻ, ഉറങ്ങില്ലവൻ, മഴങ്ങില്ലവൻ, മാറില്ലവൻ, മറക്കില്ലവൻ, ഉറങ്ങില്ലവൻ, മഴങ്ങില്ലവൻ. ഈ ദൈവം എന്റെ ദൈവം, താരം എന്റെ താരം, ഈ ദൈവം ഈ താരം എന്റെ താരം. നമുക്ക് ആയുസുള്ളപ്പോൾ, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, നമ്മുടെ ആരോഗ്യം ദൈവം തന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട്, നമുക്ക് പണമുള്ളപ്പോൾ നമ്മുടെ പണം ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചിട്ട്, നമുക്ക് ആരോഗ്യമില്ലാതാകുമ്പോൾ നമ്മുടെ നിർദാക്ഷിണ്യം തള്ളിക്കളയുന്ന ദൈവമല്ല ദൈവം. പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേലിനെ വിളിച്ചു പറഞ്ഞു, നനയും വാർത്തയുള്ള കാലം ഞാൻ നിങ്ങളെ ചുമക്കും. നമ്മുടെ ദൈവം മാറാത്ത ദൈവം, നമ്മുടെ ദൈവം മറക്കാത്ത ദൈവം, നമ്മുടെ ദൈവം മറക്കാത്ത ദൈവം, നമ്മുടെ ദൈവം ദൈവം മാറത്തില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി. അപ്പൊ നമ്മള് എന്തിനാ ഓടി വന്നത്? ശരണത്തിനായി. എന്തിനാ കർത്താവിന്റെ ശരണം പ്രാപിച്ചത്? എന്തിനു വേണ്ടിയാ? പ്രത്യാശ. ഏത് പ്രത്യാശ? ഒരു പ്രത്യാശ ഉണ്ട്. എന്തിനാ കർത്താവിന്റെ പുറകെ വന്നത്? എന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണോ? അല്ല. ഇവിടെ നേടിയതല്ല ഇവിടെ അവസാനിക്കും. ഇത് കഴിയുമ്പോൾ നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നമ്മുടെ കൈക്ക് പിടിക്കാൻ യേശുവിനല്ലാതെ ഒരാൾക്കും പറ്റുന്നില്ല. ഇവിടെ എന്തൊക്കെ വെട്ടിപ്പിടിച്ചാൽ, ഇവിടെ എന്തൊക്കെ നേടിയാലും. ഞാൻ കൽക്കട്ടയിൽ ഒരു 2-3 വർഷം മുന്നേ ശിവക്ക് പോയപ്പോൾ ആ മീറ്റിംഗിന്റെ ഏറ്റവും അവസാനത്തെ സെഷനിൽ അവിടുത്തെ വലിയൊരു ഫിലിം സ്റ്റാർ നൈജി, അവിടുത്തെ വലിയ ബംഗാളി വലിയ ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ അമ്മ എന്റെ വീട്ടിനകത്തുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോ ഈ ആന്റിയുടെ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ബംഗാളി ഭാഷ
ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു മലയാള ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മരണത്തോട് മല്ലടിക്കുന്ന നമുക്ക് കാണുമ്പോഴറിയാം ആ ആന്റി ഇപ്പോൾ അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയും മരിക്കും, അല്ലെങ്കിൽ 24 മണിക്കൂറിനകത്ത് ആന്റി മരിക്കും. അതുപോലെ മരണത്തോട് മല്ലടിക്കുന്ന ഒരു ആന്റി എന്നോട് അവരുടെ ലോക്കൽ ബംഗാളി ഭാഷ എന്ന് പറഞ്ഞതാണ്. പാസ്റ്റർ എന്നെ ഫാദറെ എനിക്കുള്ളതെല്ലാം ഞാൻ എഴുതി തരാം, പക്ഷെ എന്റെ ഈ മരണശേഷം എന്റെ ജീവിതം സേഫ് ആണെന്ന് ഫാദർ ഉറപ്പ് തരാൻ പറ്റുമോ? നമുക്ക് തോന്നലാണ് ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സേഫ് ആവുന്നില്ല. ഈ നേടിയത് വെട്ടിപ്പിടിച്ചതെല്ലാം ഇവിടെ അവസാനിക്കും. ലോകത്തെ സകല ബന്ധങ്ങളിൽ കുഴിമാലം വരെ കാണത്തുള്ളൂ. ഒരു പിടി മണ്ണ് വാരിയിട്ടിട്ട് മരണം വളർത്തിയാൽ നമ്മളാണെങ്കിൽ പാടും നിത്യതയിൽ കാണാം എന്ന് പറഞ്ഞിട്ടിരിക്കും. പക്ഷേ ആ കുഴിമാലത്തിനപ്പുറത്തേക്ക് നമ്മുടെ കരം പിടിക്കാൻ കഴിയുന്ന ഒരാളോട് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്നാണ് നമ്മുടെ മരണമെങ്കിൽ നമ്മുടെ നിത്യതാനുമേ സ്തോത്രം. അപ്പൊ നിങ്ങൾ എന്തിനാ ശരണത്തിനായി ഓടി വന്നേ? പ്രത്യാശ. അപ്പൊ നിത്യതയിൽ പോകാനാണ് നിങ്ങൾ ഓടി എവിടെ കയറിയത്? യേശുവിന്റെ തെറ്റിനെതിരോട് കയറിയത്. എന്നിട്ട് ഇപ്പം കർത്താവ് വിടുതൽ തരുന്നില്ലെന്ന് പറഞ്ഞ് യേശുവിനെ മടങ്ങി വന്നു. ഹല്ലേലൂയ. പൗലോസ് തീർത്ത് പറയുവാട്ടോ, നിങ്ങൾ ആ പ്രത്യാശയിലാണ് നിൽക്കുന്നതെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ മരണം വരെ അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് കർത്താവ് തന്നിരിക്കും. പക്ഷെ എവിടെ നിന്ന് മാറിപ്പോകരുത്? പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന് നാം നിത്യതയിൽ പോകാൻ വേണ്ടി മരണശേഷം കർത്താവിന്റെ നിത്യതയെ കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷയിൽ യേശുവിന്റെ പുറകെ വന്നിട്ട് ആ ഫോക്കസിൽ നിന്ന് മാറിയാൽ കർത്താവ് അതിനകത്ത് ഉത്തരവാദി അല്ല. എനിക്ക് ഒരു നിത്യഭവനമുണ്ട്, എന്റെ കർത്താവിനെ ചേർക്കാൻ വരും എന്നുള്ള പ്രത്യാശയാണ് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കർത്താവിന്റെ വാരം വരെ ജീവിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെ ജീവിക്കേണ്ടത് കർത്താവ് പ്രൊവൈഡ് ചെയ്തിരിക്കും. വിശ്വാസമുള്ള ഒന്നും പറയത്തില്ല, വിശ്വസിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഇവിടെ നിന്ന് മാറരുത് ആ പ്രത്യാശയിൽ നിന്ന്. 2014 വേൾഡ് വൈഡ് വൈറലായ ഒരു സ്റ്റോറി ഉണ്ട്. പുള്ളിയെ അറിയപ്പെടുന്നത് അൺനെയിംഡ് ചൈനീസ് മാൻ എന്ന് പറഞ്ഞാല് ഒരു ചൈനയിലെ ഒരു പുള്ളി ചൈനയിലെ ഏറ്റവും വലിയൊരു എയർക്രാഫ്റ്റ് ഒരു ബിസിനസ് ക്ലാസ്സിൽ ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടുന്ന ഒരു ടിക്കറ്റ് എടുത്തിട്ട് പുള്ളി എയർപോർട്ടിൽ ചെന്നിട്ട് ലോഞ്ചിൽ കയറി നല്ലപോലെ ശാപ്പാട് അടിച്ചുകൊണ്ട് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. പിറ്റേ ദിവസം ടിക്കറ്റ് മാറ്റിയെടുത്തു. പിറ്റേ ദിവസം ചെന്നിട്ട് ലോഞ്ചിൽ കയറി ഫുഡ് അടിച്ചു. 300 തവണ ആ പുള്ളി ടിക്കറ്റ് ക്യാൻസൽ ചെയ്തില്ല, ഡേറ്റ് ചേഞ്ച് ചെയ്തു. 301ാമത്തെ തവണ പുള്ളി ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ ചെന്നപ്പോ പുള്ളിയെ പൊക്കി. യാത്ര ചെയ്യാൻ അവിടെ ചെല്ലുമ്പോൾ ലോഞ്ച് ഫുഡ് ഉണ്ട്, പക്ഷെ പുള്ളി പോയത് എന്തിനു വേണ്ടിയാ? ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ പോകരുത്. റീഫണ്ട് ഉണ്ട് എന്ന് ഓർത്ത് ഫുഡ് അടിക്കുക, ടിക്കറ്റ് തീർത്തുക, ഫുഡ് അടിക്കുക. നിങ്ങൾ ടേക്ക് ഓഫ് ചെയ്ത് പോകുമ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല കേട്ടോ. നിങ്ങൾ ഈ ലോഞ്ചിൽ കയറി ഫുഡ് അടിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുക്കരുത്. ആ പ്രത്യാശയിൽ നിന്ന് എന്തോ ചെയ്യരുത്, ശരണത്തിനായി ഓടുമെന്ന് നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോസ്റ്റ് പറയാൻ രണ്ട് കാര്യം. ഒന്ന്, ദൈവം മാറത്തില്ല, ദൈവം പോസ്റ്റ് പറയോ? അങ്ങനെ ദൈവം മാറുമെങ്കിൽ നിങ്ങളുടെ ബ്ലെസ്സിംഗ് ബ്ലോക്ക് ആവും. രണ്ടാമത്തെ റീസൺ, ദൈവം മാറത്തില്ല, പക്ഷെ രണ്ടാമത് നിങ്ങളുടെ ബ്ലെസ്സിംഗ് ബ്ലോക്ക് ആകുന്നെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? നമ്മൾ എവിടെ മാറിയിട്ടുണ്ട്. ആ പ്രത്യാശയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ജോണിയോട് വേണം തോന്നുന്നു പറഞ്ഞത്, ദൈവങ്ങളെ ഈ ഭൗതിക മേഖല വിടുതൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് യേശുവിനെ ഇട്ടിട്ട് പോകുക. എന്തിനാ യേശുവിനെ പറയുന്നത്? കർത്താവ് നമ്മുടെ ജയത്തോടെ നടത്താൻ വിശ്വസ്തനാണ്. പക്ഷേ കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗ്യാരണ്ടി, നിന്റെ ആത്മാവ് സേഫ് ആയിരിക്കും. ഇതാണ് ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗ്യാരണ്ടി. അടുത്തൊരു ഗ്യാരണ്ടി തന്നെ ഞാൻ പറയാം. നിങ്ങളെ ഞാനും ആ പ്രത്യാശയിലാണെങ്കിൽ നമുക്കുള്ളത് മുഴുവൻ എന്റെ കർത്താവ് പ്രൊവൈഡ് ചെയ്യും. അത് കൈ നീട്ട എന്റെ ദൈവം അനുവദിക്കത്തില്ല, തല കുനിയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഒന്നെങ്കിൽ ദൈവം മാറണം, അല്ലെങ്കിൽ നിങ്ങൾ മാറണം. ഈ രണ്ടു മാറ്റവും ഇല്ലാത്തവർക്കുള്ള കാലം എന്റെ പെണ്ണത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്നവർ ആ കലകളെ തട്ടി സമയം ദൈവത്തിന് ഈ രണ്ടു മാറ്റം വരാത്തിടത്തോളം കാലം നിങ്ങൾ ഭാഗമാണ്. ആ പ്രത്യാശകളുണ്ടോ? എന്റെ കർത്താവിന്റെ ചെറുക്കം വരുന്നു. ആ പ്രത്യാശ മാറിയില്ലെങ്കിൽ ഉറപ്പിച്ചോ.
നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമുണ്ട്. ആമേൻ. അതിന്റെ ഉറപ്പ് കർത്താവ് പറയാ. ദൈവം എന്താ പറയുന്നില്ല? പറയത്തില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി ചെയ്തു തരും. പക്ഷെ ചിലപ്പോ നമുക്ക് തോന്നും ദൈവം പുറത്ത് പറയുന്നു. ഈ ലാസർ ദീനമായി കിടക്കുമ്പോ ഈ സഹോദരന്മാര് ആളെ അയച്ചപ്പോ യേശു എന്താ പറഞ്ഞറിയാമോ? ഈ ദീനം മരണത്തിനായിട്ട് അല്ല. അല്ലെന്ന് പറഞ്ഞിട്ട് ലാസർ മരിച്ചില്ലേ? യേശു എന്താ പറഞ്ഞേ? ഈ ദീനം മരണത്തിനായിട്ട് അല്ല എന്ന് പറഞ്ഞ എന്താ? മരിക്കാനുള്ളതല്ല. പക്ഷെ ലാസർ മരിച്ചില്ലേ? അപ്പൊ യേശുവോട് പറഞ്ഞു. അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ എന്താ അറിയാമോ? ഈ ദീനം മരണത്തിൽ അവസാനിക്കുകയില്ല. അതുപോലെ ഈ ദീനം മരണത്തിൽ അവസാനിക്കുകയില്ല. അവസാനിപ്പിച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ടാലും എന്റെ കർത്താവ് അതിനെ റീഓപ്പൺ ചെയ്യും എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പറയുകയാണ്. മനുഷ്യരെ ക്ലോസ് ചെയ്തതിനെ എന്റെ കർത്താവ് റീഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു വെളിപ്പാട് ഞാൻ സമർപ്പിക്കുകയാണ്. ഒരു വലിയ മനുഷ്യരെ ഒരു വലിയ മനുഷ്യൻ ഒരു വലിയ താക്കോലുമായിട്ട് ഇവിടെ ഇറങ്ങുന്ന കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. ഞാൻ കണ്ടിട്ടായി പറയുന്നത് മനുഷ്യരെ ക്ലോസ് ചെയ്യുന്നതിന് എന്റെ കർത്താവ് ഇന്ന് ചെയ്യാൻ പറയാം.